കൂടുതൽ കൂലി കിട്ടുന്ന ഏതെങ്കിലും ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ ഒരു വിർദായി കൊണ്ടു നടക്കണം. ഉദാഹരണം മഹാൻ പറയണത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്ർ ജീവിതത്തിൽ കൊണ്ടു നടക്കുക. ഈ ദിക്റിൽ എത്ര അക്ഷരങ്ങളുണ്ടോ ആ അക്ഷരങ്ങൾ ടോട്ടൽ എത്രയാണോ ഉണ്ടാവുന്നത് ഇൻറ്റു 10. ആ അക്ഷരങ്ങൾ ടോട്ടലുള്ള അക്ഷരങ്ങളെ 10 കൊണ്ട് ഗുണിച്ചാൽ എത്ര ടോട്ടൽ വരും? അത്രയും ദോഷം നിനക്ക് ഒറ്റ ദിക്ർ കൊണ്ട് പൊറുക്കും. അത്രയും നന്മ നിന്റെ ഏടിൽ എഴുതും. അത്രയും ദർജ നിനക്ക് വർദ്ധിക്കും. ഉണങ്ങിയ ഇലകൾ കാറ്റടിക്കുമ്പോൾ മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന പോലെ ഓരോ തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലുമ്പോൾ ഇങ്ങനെ ദോഷങ്ങൾ ഇങ്ങനെ പുറത്തു പോകും. തീർന്നില്ല. ഖുദൂ ജുന്നതകും. സ്വഹാബ, നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു പരിചയമാണ്. പരിചയം എന്താ നബിയെ തങ്ങൾ ഉദ്ദേശിക്കുന്നത്? വല്ല ശത്രുവും വന്നിട്ട് വീശുമ്പോൾ തടയാനുള്ള പരിചയം അല്ല, നരകത്തിൽ നിന്നുള്ള മോചനമായിട്ട് പരിചയമാണ്. അതേതാ നബിയെ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ഹറാമുകൾ പുറത്തു കിട്ടാൻ, ജീവിതത്തിൽ നന്മകൾ ഒരുപാട് ഏടിൽ രേഖപ്പെടുത്തി കിട്ടാൻ, നമ്മുടെ ഹൃദയം ശുദ്ധിയാവാൻ, പിശാചിനെ തുരത്തി ഓടിക്കാൻ, സ്വർഗസ്ഥനാവാൻ, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനാവാൻ, മീസാനിൽ കനം തൂങ്ങാൻ, എല്ലാത്തിനും മതിയാകുന്ന ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ.